ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ബ്രെഡും സവാളയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊരു 5 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്ര സിമ്പിൾ ആണ്, കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഒത്തിരി ചെറിയ പീസൊന്നും ആക്കണ്ട, നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. ഇത് നമുക്ക് ചായ ഉണ്ടാക്കുന്ന നേരെ വേണ്ടുള്ളൂ ഉണ്ടാക്കാനായിട്ട്. സാധാരണ സ്നാക്ക് ചെയ്യുന്ന പോലെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ അതേ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു കുഞ്ഞു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ, കാരണം മോൻക്ക് കൊടുക്കേണ്ടത് കൊണ്ട്. അതേപോലെ തന്നെ ഒരു സവാള, അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ്. അത് നീളത്തിൽ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എടുക്കാം, സവാള കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇനി നമ്മൾ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും തന്നെ പൊടി മതിയാവും, കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഭയങ്കര ലൂസ് ആണെങ്കിൽ മാത്രം നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം തളിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവാണ് വേണ്ടത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടി പോകരുത്, കാരണം ബ്രെഡിന് കുറച്ചേ വെള്ളം വേണ്ടുള്ളൂ. അപ്പൊ കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. അപ്പൊ അതെ, ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഉള്ളിവട ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ ഒന്ന് കയ്യിൽ പിടിച്ച് നോക്കിയാൽ മതി, ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഉള്ളിവട ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്താൽ മതി. ചില ആൾക്കാർ ഉരുട്ടിയിട്ട് ഉണ്ടാക്കും, ചില ആൾക്കാർ പരന്നിട്ടായിരിക്കും ഉണ്ടാക്കുക. അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇതേപോലെ പിടിച്ച് നോക്കുക. അപ്പൊ കറക്റ്റായിട്ട് ഉരുട്ടാനും പറ്റണം. ഇതുപോലെ നമ്മൾ കളയുമ്പോൾ താഴോട്ട് പോവുകയും വേണം, അല്ലാതെ കയ്യിൽ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. എന്നാലേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ അതേ, ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉള്ളിവടയാക്കി എടുക്കാം. അതെ, ഇതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പൊ അതേ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചൂടാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ഉള്ളിവട പോലത്തെ സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ചൂടുള്ളപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിയും, ഉള്ളു വേവൂല. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ ബ്രെഡ് എപ്പോഴും ക്രിസ്പി ആയിട്ടല്ലേ കിട്ടുക, അതേപോലെ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ചൂടോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. ചൂടാറിയിട്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചൂടോടെ തന്നെ ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതേ 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒത്തിരി അങ്ങ് എണ്ണയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് കിട്ടുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും പറയാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.